ഹായ്, ഇന്നത്തെ വീഡിയോ 24 മാർക്കിൽ നിന്നും 82 മാർക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ മാർഗങ്ങളാണ് എൻ്റെ പഠനത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു 24 മാർക്കിൽ നിന്നും 82 മാർക്കിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചെറിയൊരു ജേണിയൊന്നും അല്ല കേട്ടോ. ഒരു 2 വർഷത്തെ കഷ്ടപ്പാട് തന്നെ ആയിരുന്നു. പക്ഷെ എല്ലാവർക്കും ഇതുപോലെ ടൈം എടുക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 2 കുട്ടികളെയും നോക്കിയിട്ടാണ് ഞാൻ ഈ മാർക്ക് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ കുട്ടികളുള്ള എല്ലാവരും ഇതുപോലെ ടൈം എടുക്കുമെന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് പഠിക്കാൻ സൗകര്യമുള്ളവരൊക്കെ ഉണ്ടാവില്ല, അവരുടെ കുട്ടികളെ നോക്കാൻ അവരുടെ പാരൻസ് ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കാവുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഈ ഒരു യാത്ര. ഒരു വർഷം കൊണ്ടൊക്കെ അവർക്ക് അവരുടെ മാർക്ക് ഈ ഒരു തരത്തിൽ നിന്നും ഉയർന്ന തലത്തിലേക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ഞാൻ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നതും. അതേപോലെ തന്നെ അവിടുത്തെ ജോലികളും കുട്ടികളുടെ കാര്യങ്ങളും നോക്കിയിട്ടും അവരെ പഠിപ്പിക്കലും അങ്ങനെ സകല ജോലികളും എല്ലാം ചെയ്തിട്ട് പഠിച്ചിട്ട് തന്നെയാണ് കേട്ടോ എൻ്റെ ഈ ഒരു മാർക്ക് ഞാൻ ഇമ്പ്രൂവ് ആക്കിയിട്ട് വന്ന്. പിന്നെ അതുമാത്രമല്ല ഇതിൻ്റെ റീസൺ, അതായത് ഈ ടൈം എടുത്തതിൻ്റെ റീസൺ പഠനം. ആദ്യകാലത്ത് എൻ്റെ പഠനം ഒട്ടും ശരിയായ രീതിയിലായിരുന്നില്ല. അത് തിരിച്ചറിഞ്ഞ ശേഷമുള്ള പഠനത്തിലാണ് എനിക്ക് ഇത്രയും മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് എന്ന് ഞാൻ പറയാം. എന്നെപ്പോലെ ആ ഒരു മിസ്റ്റേക്ക് ഇപ്പോഴും തുടർന്ന് കൊണ്ടുപോണവരുണ്ടാവും കേട്ടോ. അവർ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതെല്ലാം നിർത്തിയിട്ട് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിച്ചെടുക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ മാർക്ക് ഒരു വർഷത്തിനകം തന്നെ ഇതുപോലെ നല്ലതുപോലെ തന്നെ ഉയർത്തിയെടുക്കാൻ പറ്റും. 1 വർഷം 6 മാസം കൊണ്ടൊക്കെ പറ്റും കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എന്താ മിസ്റ്റേക്ക് എന്ന്. ആദ്യം ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്നറിയോ, ഒരു റാങ്ക് ഫയൽ എടുത്തിട്ട് അതിൻ്റെ ആദ്യം തൊട്ടിട്ട് അവസാനത്തേക്ക് ഇങ്ങനെ പഠിച്ചു പോകും. ഇടയ്ക്ക് വെച്ച് എനിക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു സബ്ജക്റ്റോ ഭാഗമോ വന്നു കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും എനിക്ക് ഇഷ്ടമുള്ള ഭാഗം തെരഞ്ഞു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ആ ഒരു പരിപാടി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ നിർത്തിക്കോ. എന്നിട്ട് ഞാൻ പറയുന്ന ഈ ഒരു കാര്യങ്ങൾ ചെയ്യുക. സ്റ്റഡി പ്ലാൻ എന്തായാലും നമുക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റഡി പ്ലാൻ ഇട്ട് പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ആയത്. അതായത് ഒരു ദിവസം ഇന്ന കാര്യങ്ങളെല്ലാം പഠിക്കണമെന്ന് എഴുതി വെച്ചിട്ട് അത് ടിക്കിട്ട് പോയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പഠന രീതി പിന്തുടർന്നപ്പോഴാട്ടെ എല്ലാ ഭാഗത്തും എൻ്റെ പഠനം എത്തുകയും മാർക്ക് ഇമ്പ്രൂവ് ആകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിലബസ് പ്രിൻ്റ് എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെയിലി ടൈം ടേബിൾ എല്ലാം ഇട്ടിട്ട് പഠിക്കുക കേട്ടോ. അത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ പ്രധാന സബ്ജക്റ്റുകളായിട്ടുള്ള ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇതൊക്കെ ഡെയിലി പഠിക്കുക. ഡെയിലി ഇല്ലെങ്കിലും നമ്മളൊരു ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും നിങ്ങളിത് മാറി മാറി പഠിക്കുക. ഇന്ന് കറണ്ട് അഫയർ പഠിച്ചെങ്കിൽ നാളെ മാത്സ്, മറ്റന്നാൾ ഇംഗ്ലീഷ്, അങ്ങനെ മാറ്റി മാറ്റി പഠിച്ചുകൊണ്ടിരിക്കുക. തുടക്കത്തിൽ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് നിങ്ങളത് ഒരുവിധം നിങ്ങൾ ആ ടോപ്പിക്കുകളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡെയിലി നിങ്ങൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവുക. അത് നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല ഹെൽപ്പ് ചെയ്യും. ഇതൊന്നും ഞാൻ ആദ്യം ചെയ്യാതിരുന്ന കാര്യങ്ങളാട്ടോ. ഇതൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ആയത്. അപ്പോൾ നിങ്ങളുടെയും അതുപോലെ തന്നെ ആവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി പറയുന്ന കാര്യമാണ് എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ആകുന്നതിൽ ഒരു 50% പങ്ക് വഹിച്ചതെന്ന് പറയാം കേട്ടോ. എന്താണെന്നറിയോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക, OMR എഴുതി ശീലിക്കുക എന്നുള്ളത്. ആ ഒരു ശീലമാണ് എൻ്റെ മാർക്ക് ഏറ്റവും അധികം ഇമ്പ്രൂവ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് കണ്ണും പൂട്ടിയിട്ട് പറയാൻ പറ്റും. കാരണം അത്രയും ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ നിങ്ങളൊരു എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ ആ ഒരു എക്സാമിന് മുമ്പിൽ റീസെൻ്റ്ലി നടന്നിട്ടുള്ള എക്സാമുകളുടെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവും നമ്മളുടെ ആ ഒരു ലെവൽ എന്താണെന്നുള്ളത്. കാരണം നമ്മൾ ആ ഒരു എക്സാം എഴുതാൻ പോകുന്ന ആളാണല്ലോ നമ്മൾ. അപ്പോൾ നമ്മളുടെ ലെവൽ എങ്ങനെയാണ്, എവിടെയാണ് നമ്മുടെ മാർക്ക് പോകുന്നതെന്നെല്ലാം നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും. അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. അത് നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസിൽ കാണുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കുക. അതേപോലെ നിങ്ങൾക്ക് കിട്ടാത്തത് അപ്പം തന്നെ ക്ലിയർ ചെയ്യണം കേട്ടോ. ഗൂഗിൾ ചെയ്തിട്ടാണെങ്കിലും അതേപോലെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടാണ് എങ്ങനെയാണെങ്കിലും ബുക്സിൽ പോയി നോക്കിയിട്ടാണെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ ഡൗട്ട് വന്നത് ക്ലിയർ ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മളെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ വലിയ ഒരു പങ്ക് അത് വഹിക്കുന്നുണ്ട്. കാരണം മാത്സും ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ, അധികവും ആവർത്തന ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ നല്ലതുപോലെ നമ്മൾ മാർക്ക് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ടോട്ടൽ മാർക്ക് ഉയർന്നു വരും. എൻ്റെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആവും. പിന്നെ SCRT പഠിക്കുക എന്നുള്ളത് കേട്ടോ. ആദ്യകാലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ SCRT ഒന്നും പഠിച്ചിട്ടേ ഇല്ല. ഞാൻ വീഡിയോ ക്ലാസ് ഒന്നും കാണാറില്ല, യൂട്യൂബിലൊന്നും ഞാൻ ഫോളോ ചെയ്തിട്ടേ ഇല്ല. കാരണം എനിക്ക് ആ ഒരു അറിവ് ഉണ്ടായിരുന്നില്ല കേട്ടോ. യൂട്യൂബിലൊക്കെ പോയിട്ട് ഇത്രയും നല്ല ക്ലാസ്സുകളൊക്കെ കിട്ടുന്നുള്ളൊരു അറിവ് എനിക്ക് ഉണ്ടായിരുന്നില്ല. എൻ്റെ തുടക്കത്തിലല്ലേ, നമ്മൾ തുടക്കമല്ലേ. ഇതുപോലെ ആരും അന്ന് വീഡിയോ ചെയ്തിട്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല കേട്ടോ. അന്ന് ഈ സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ കുറവായിരുന്നു എന്ന് തോന്നുന്നു. ഒരു 2 വർഷം മുമ്പൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഞാനത് കാര്യമായിട്ട് സെർച്ച് ചെയ്ത് നോക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ടിപ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
ഞാനൊന്നും ഫോളോ ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. ഈ റാങ്ക് ഫയൽ ഇങ്ങനെ ആദ്യം തൊട്ട് അവസാനം വരെ ഇങ്ങനെ ഓരോ പേജ് വീതം ഇങ്ങനെ പോവാന്നുള്ളതല്ലാതെ കാര്യമായിട്ടുള്ള ഒരു പ്ലാനും എൻ്റെ ഒരു പഠനത്തിലുണ്ടായിരുന്നില്ല. പിന്നെയാണ് എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ യൂട്യൂബിൽ നിന്നും തന്നെയാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയെടുത്തത്. SCRT എന്നാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കുന്നത്, അങ്ങനെയെല്ലാം മനസ്സിലാക്കിയെടുത്തത്. അതിനുശേഷം ഞാൻ ബുക്സ് വാങ്ങി, SCRTയുടെ ഗൈഡ് വാങ്ങി പഠിച്ച് അങ്ങനെയാണ് എൻ്റെ മാർക്ക് ആ വഴിയിലൂടെയും കുറച്ച് ഇമ്പ്രൂവ് ആയി കിട്ടി. പിന്നെ എല്ലാത്തിലും ഉപരി ഹാർഡ് വർക്ക് മാത്രം പോരാലോ, സ്മാർട്ട് വർക്കും വേണം അല്ലേ. അപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഉള്ള ബുക്ക് കൂടി വാങ്ങി പഠിക്കുക എന്നുള്ളത് ഒരു സ്മാർട്ട് വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു ബുക്സ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രീവിയസ് ഇയർ ബുക്ക് റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ആയിട്ടുള്ളത് വാങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ യൂസ്ഫുൾ ആവും കേട്ടോ. ഇപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, ഈ അടുത്ത് കഴിഞ്ഞ എക്സാമുകളൊക്കെ നമ്മൾ ചെയ്തു നോക്കണം, അല്ലെങ്കിൽ അത് പഠിക്കണം എന്ന് പറഞ്ഞില്ല. അപ്പം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് ഏറ്റവും പുതിയത് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ആ PSC ഒരു ട്രെൻഡും മനസ്സിലാവും, ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദിക്കുന്നതെന്ന് മനസ്സിലാവും. അതേപോലെ റിലേറ്റഡ് ഫാക്ട്സ് കൂടി പഠിക്കുമ്പോൾ അടുത്ത എക്സാമിന് നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ആയിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ അതുകൂടി നമ്മൾ പഠിച്ച് സെറ്റാവും. അപ്പോൾ ഒരു PYQ ബുക്കോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ യൂട്യൂബിൽ തന്നെ ക്ലാസ്സുകൾ ഉണ്ടാവും കേട്ടോ, റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ബുക്സ് വാങ്ങാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ ഫോളോ ചെയ്യാം. നല്ല രീതിയിൽ യൂട്യൂബിനെ ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ടൈം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വേറെ റീൽസും കണ്ടിരിക്കാൻ പാടില്ല. ഈ കാര്യത്തിൽ നമുക്ക് യൂട്യൂബിനെ നല്ലതുപോലെ ആശ്രയിക്കാട്ടോ ഈ ഒരു പഠന കാര്യത്തിൽ. പിന്നെ ഈ ഒരു പഠന രീതി പിന്തുടർന്ന് കൊണ്ടുപോകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. അതായത് കൺസിസ്റ്റൻസി നിലനിർത്തുക എന്നുള്ള പറയുന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ച് ഫോളോ ചെയ്ത് വരുന്നതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ആദ്യം തൊട്ട് പഠിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും. അങ്ങനെ സംഭവിച്ചവർക്ക് അറിയായിരിക്കും അല്ലേ. 1 മാസം 2 മാസം 3 മാസമൊക്കെ ഗ്യാപ്പ് വന്നവർക്ക് പിന്നീട് ബുക്ക് എടുക്കുമ്പോൾ പഠിക്കാൻ ഒരു മടി ഉണ്ടാവും. അതേപോലെ തന്നെ ആദ്യം തൊട്ട് പഠിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും, പഠിച്ചതെല്ലാം മറന്നു പോവും, ഒരു ഇൻട്രസ്റ്റേ വരുന്നുണ്ടാവില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ഒരു ദിവസം ഒരു 10-15 മിനിറ്റെങ്കിലും, തീരെ പറ്റിയില്ലെങ്കിൽ ഒരു 15 മിനിറ്റ് 10 മിനിറ്റെങ്കിലും നമ്മൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഒരു കൺസിസ്റ്റൻസി വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൂടി നിലനിർത്തി ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആകും. ഈ ഇത്രയും ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല അല്ലേ, ഇതൊക്കെ നമുക്കിപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആകും. ഈ ഒരു വർഷമായിട്ട് കേട്ടോ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത്രയും ടൈമൊന്നും എടുക്കില്ല, 1 വർഷം കൊണ്ട് തന്നെ നിങ്ങളുടെ മാർക്ക് നല്ലതുപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കല്യാണം കഴിയാത്തവരാണ്, വീട്ടിൽ തന്നെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 6 മാസം കൊണ്ട് തന്നെ ഈ ഒരു പഠന രീതി ഫോളോ ചെയ്താൽ നിങ്ങളുടെ മാർക്ക് ഇതുപോലെ ഉയരും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല ടിപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.